അയ്യോ, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുകയാണെങ്കിൽ ബസ്സിലാണ്. ബൈക്കിലാണ് ഏറിയ പങ്കും ഇപ്പോൾ എല്ലാവരും യാത്ര ചെയ്യുന്നത്. പക്ഷേ അതായത് ഞാനും എൻ്റെ ബ്രോയും കൂടിയാണ് മുട്ടായിത്തെരുവ് വരെ പോയത്. ബസ്സിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും കുറേ മനുഷ്യന്മാരും എല്ലാം വെറൈറ്റികളാണ്. കാരണം ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച ആയിരുന്നു മുട്ടായിത്തെരുവിൽ. പക്ഷേ ഞായറാഴ്ചയാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. പക്ഷേ ശനിയാഴ്ച ആയിട്ടും നല്ല തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രോക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുട്ടായിത്തെരുവ് വരെ പോയത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ പറഞ്ഞാൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഇത്രയും കാലം അവിടെ പോയിട്ട് പറഞ്ഞാൽ ഫുൾ കമ്പനിക്കാരുടെ കൂടെയാണ് പോയത്. അന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ബ്രോ അവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കുറേ കാണിച്ചു തരികയും മുട്ടായിത്തെരുവിലേക്ക് ഞാൻ പോയ വഴികളിലൂടെ അല്ല എന്നെ കൊണ്ടുപോയത്, വേറൊരു വഴിയിലൂടെ, റോഡ് വഴിയിലൂടെയാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ. കാരണം ഞാൻ കാണാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ കണ്ട്. കാരണം 2 അമ്പലങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് ഹനുമാൻ്റെ അമ്പലവും പിന്നെ അത് ഭഗവതി ക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളും ഞാൻ ഈ ടൈമാണ് പോയപ്പോൾ ഞാൻ കണ്ടത് ആദ്യമായിട്ട്. ഇത്രയും കാലം ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിലും കാരണം ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പ്രാവശ്യമാണ് ഇതെല്ലാം ഞാൻ കണ്ടത്. പിന്നെ അതിനുള്ളിൽ കൂടെയുള്ള ഒരുപാട് ഊടുവഴികളും ഹോൾസെയിൽ പീടികകളും ഒക്കെ മുട്ടായിത്തെരുവിനുള്ളിലുണ്ട്. എല്ലാം ഞാൻ കാണുന്നത് ഈ പ്രാവശ്യം പോയപ്പോഴാണ്. കാരണം ഇത്രയും കാലം ഞാനത് കണ്ടിട്ടില്ല. പിന്നെ അതായത് ഈ ചുമരുമുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ച് കാണുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കണ്ണ് തുറന്ന് കാണൂല. ഇപ്പോഴാണ് ഞാനിതെല്ലാം കാണുന്നത്. അങ്ങനെ തിരിച്ചു വരുന്നേരം ബ്രോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. തിരിച്ചു വരുന്നേരം ഈ സ്ഥലത്ത് നമ്മൾ ഫുൾ തുണി കഴുകി ചിക്കി ഉണക്കിയിടുന്ന സ്ഥലമാണ്. അവിടെ നമ്മളെപ്പം പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. മുതലക്കുളം എന്നാണ് എന്നോട് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് കോഴിക്കോട് ഇപ്പോഴും കൃത്യമായിട്ട് സ്ഥലത്തിൻ്റെ പേരോ ബൈക്കിൻ്റെ മുകളിൽ പോയാലോ കൃത്യമായിട്ട് പോയി തിരിച്ചു വരാനുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ബ്രോക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പിന്നെ ഇതാണ് മാനാഞ്ചിറ. ഇത് കാണാത്തതായിട്ട് ആരുമില്ല. പക്ഷേ എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം ചെയ്യുകയാണ്. കാരണം പിന്നെ ഒരുപാട് എന്താ പറയുക, പിന്നെ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ യാത്ര പറയുന്നുണ്ടെങ്കിൽ ചെയ്തവർക്കറിയാം. കോഴിക്കോട് ടൗണിലൊക്കെ അറിയണമെങ്കിൽ ബസ്സിൻ്റെ പുറകിലിരിക്കുന്നവരിങ്ങനെ എടുത്തടിച്ചുകൊണ്ടേ നിൽക്കും. അത്രയ്ക്കും സ്പീഡിലാണ് പോവുക. അതിൽ കണ്ടക്ടർമാരായി വർക്ക് ചെയ്യുന്നവരെ സമ്മതിക്കണം. കാരണം അവർ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അത്രയും സ്പീഡിലാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് 2 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ. പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു സ്ത്രീ, അതായത് വേറെ ഏതോ നാട്ടിലുള്ളതാണ് അവർ, നാടോടികളാണെന്ന് തോന്നുന്നു. അവരവിടെ ഇരുന്നിട്ട് ഇപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഭിക്ഷ എടുക്കുന്ന പറഞ്ഞിട്ട്. അവർക്ക് ഭർത്താവുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നിട്ടും അവർ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നത് കണ്ടപ്പോൾ എന്തോ മനസ്സിലെന്തോ പോലെ തോന്നി. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബസ്സിലുണ്ടായ കണ്ടക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രോ ആണ്. അത് എൻ്റെ ബ്രോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റും ബാഗും എല്ലാം, മൂപ്പർക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നേരെ പോരുമ്പോൾ സാഗർ ഹോട്ടൽ ചിലർക്കെങ്കിലും അറിയാം. നമ്മൾ കോമഡിയിലൊക്കെ പറയുന്നൊരു സാഗർ ഹോട്ടൽ. അതാണോ ഈ ഹോട്ടലിന് അറിയില്ല. അപ്പോൾ ഞാൻ ഈ കാര്യം ബ്രോഡ് പറഞ്ഞപ്പോൾ ബ്രോ പറഞ്ഞു ഒരു സാഗർ ഹോട്ടൽ 2 3 ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്ക് കഴിഞ്ഞ് വരുന്ന കുറേ മനുഷ്യന്മാരെ കണ്ട്, പിന്നെ കുറേ ആൾക്കാർ ഇവിടെ കുറേ വിഗ്രഹങ്ങൾ, അതായത് കളിമണ്ണിൽ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ പിന്നെ ചട്ടി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാഴ്ച, ഇതൊരു അടിപൊളി വ്യൂ ആണ്. ഞാൻ ബസ്സിൻ്റെ പുറകോട്ട് വെച്ചെടുത്ത വ്യൂ ആണിത്. അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്ന ഒരു ബാഗ്, ഇതെൻ്റെ മുഖത്തുണ്ടായിരുന്ന ബാഗാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചപ്പോൾ എപ്പോഴാണത് റെക്കോർഡായി പോയതാണ്. പിന്നെ രാത്രി ആയപ്പോൾ ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് അങ്ങാടി. എല്ലാം കൂടി കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു എള്ളുണ്ടയും വാങ്ങി കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.